ഫിൻ ബാലർ വേഴ്സസ് അങ്കിൾ ഹൗഡി ഇവർക്കൊരു മാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ഈ വീഡിയോയിൽ നോക്കാം. അതായത് ഡീമാൻ ഫിൻ ബാലർ വേഴ്സസ് അങ്കിൾ ഹൗഡി ഇവർക്ക് തമ്മിലുള്ള മാച്ച്. അത് കൂടാതെ ജോൺ സീനയുടെ ലാസ്റ്റ് റണ്ണിൽ ജോൺ സീനയാണ് ഇഷ്ടപ്പെട്ട റെസ്ലേഴ്സിനെ സെലക്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യുക. ഇത്തരത്തിലെല്ലാം ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ആൻസറും സീന പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീഡിയോയുടെ അവസാനം റാൻഡി ഓർട്ടൻ ഹീൽ ടൈം ചെയ്തുകൊണ്ട് കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്ത് സമ്മർ സ്ലാമിൽ മാച്ച് വരുമെന്ന് ഒരു റൂമറുണ്ട്. അപ്പോൾ അത് നടക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് സമ്മർ സ്ലാമിൽ മാച്ച് വരുമോ, അതിനെ പറ്റിയെല്ലാം വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഈ 3 മെയിൻ ന്യൂസ് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇപ്പോൾ വരുന്ന ചില ന്യൂസ് എല്ലാം പറഞ്ഞു പോകാം. ഒന്നാമത്തെ ന്യൂസ് ആയിട്ട് അലക്സ ബ്ലസ്സിന്റെ റിട്ടേണിനെ പറ്റിയാണ്. അലക്സ ബ്ലസ് ഇപ്പോൾ WWE പെർഫോമൻസ് സെന്ററിൽ ട്രെയിനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അലക്സ ബ്ലസ് റിട്ടേൺ ചെയ്യും. ചിലപ്പോൾ അത് സമ്മർ സ്ലാമിലൊക്കെ ആയിരിക്കാം. പിന്നെ അലക്സ ബ്ലസ് വന്നതിന് ശേഷം പഴയ ക്യാരക്ടർ ചെയ്യുമോ അതോ വൈറ്റ് 6-ൽ ജോയിൻ ചെയ്യുമോ എന്നറിയില്ല. എന്തായാലും നോക്കാം. നിക്കി ക്രോസ് ഇപ്പോൾ വൈറ്റ് 6-ൽ ഉള്ളതുകൊണ്ട് അലക്സ ബ്ലസ് ചിലപ്പോൾ പഴയ ക്യാരക്ടറിൽ വരും എന്നാണ് പറയുന്നത്. മറ്റൊരു ന്യൂസ് സമ്മർ സ്ലാമിൽ കൺഫേം ചെയ്യാൻ സാധ്യതയുള്ള ഒരു വുമൺസ് 1-on-1 മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് മറ്റാർക്കുമല്ല നടക്കുന്നത്. വുമൺസ് ലെജൻഡ് റെസ്ലറായ ട്രിഷ് സ്ട്രാറ്റസ് വേഴ്സസ് വുമൺസ് മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്ത ടിഫാനി സ്ട്രാറ്റൻ ഇവർക്കാണ് ഈ ഒരു മാച്ച് സമ്മർ സ്ലാമിൽ നടക്കും എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ചില സൂചനകളെല്ലാം ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി ഇവര് മണി ഇൻ ദി ബാങ്ക് ആ ഒരു ടൈമിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിംഗിൾസ് മാച്ച് വെച്ചുകൊണ്ട് ടിഫാനിക്ക് നല്ല പുഷ് കൊടുക്കും എന്നാണ് പറയുന്നത്. നോക്കാം ഈ മാച്ച് നടക്കുമോ എന്ന്. പിന്നെ മറ്റൊരു ന്യൂസ്, WWE NXTയിൽ ഒരു പുതിയ വുമൺസ് റെസ്ലർ വന്നിട്ടുണ്ട്. അവരുടെ പേര് സ്റ്റെഫനി വാൾക്കർ. ഇവര് മുൻപ് NJPWയിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ AEWയിലും നിങ്ങൾ ഇവരെ കണ്ടു കാണും. NJPWയുമായിട്ടുള്ള ഡീലെല്ലാം അവസാനിച്ചതിന് ശേഷം AEWയും WWയും ചേർന്നുകൊണ്ട് വലിയ ഡീലെല്ലാം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ AEW സെലക്ട് ചെയ്യാതെ അവർ WWE ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ചില ന്യൂസ് ഞാൻ പറയാൻ വൈകിയിട്ടുണ്ട്. കാരണം 2 ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് എല്ലാം ഇതിൽ പറഞ്ഞത്. ഇനി ജോൺ സീന റെസ്ലേഴ്സിനെ സെലക്ട് ചെയ്ത് 2025 മുഴുവനായിട്ടും ഫൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞ കാര്യത്തെപ്പറ്റി നോക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുവിധം എല്ലായിടത്തും ജോൺ സീന റിട്ടയർമെന്റ് ടൂറിൽ ഇഷ്ടപ്പെട്ട റെസ്ലേഴ്സിന്റെ കൂടെ മാത്രമേ ഫൈറ്റ് ചെയ്യൂ, ഈ ഒരു ടൈപ്പിലെല്ലാം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ജോൺ സീന റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ലാസ്റ്റ് റണ്ണാണ് എന്നൊക്കെ കരുതി ഞാനായിരിക്കില്ല റെസ്ലേഴ്സിനെ സെലക്ട് ചെയ്യുക. എപ്പോഴത്തെയും പോലെ WWE ആണ് റെസ്ലേഴ്സിനെ സെലക്ട് ചെയ്യുക. അവർ സെലക്ട് ചെയ്യുന്ന റെസ്ലേഴ്സ് അവർ പറയുന്ന കാര്യങ്ങൾ അത് മാത്രമാണ് താൻ അനുസരിക്കാൻ പോകുന്നത്. അതല്ലാതെ തൻ്റെ ഇഷ്ടത്തിന് റെസ്ലേഴ്സിനെ ഒന്നും സെലക്ട് ചെയ്യൊന്നും ചെയ്യില്ല എന്നൊക്കെ സീന പറഞ്ഞിട്ടുണ്ട്. അതായത് സീന റെസ്ലേഴ്സിനെ സെലക്ട് ചെയ്യും എന്നുള്ള ആ ഒരു ടോക്ക് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. WWE പറയുന്നതാണ് സീന ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ടൂറിലെല്ലാം ഇനി ഫിൻ ബാലർ വേഴ്സസ് അങ്കിൾ ഹൗഡി അല്ലെങ്കിൽ വൈറ്റ് 6 ഇവർക്ക് മാച്ച് വരുമോ? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നോക്കാം. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഫിൻ ബാലർ WWE ഡീല് അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ 5 വർഷത്തേക്ക് വീണ്ടും പുതിയ ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇനിയും ഫിൻ ബാലർ 5 വർഷം WWE വർക്ക് ചെയ്യാൻ പോകുന്നത്. ലോജിക്കൊക്കെ നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫിൻ ബാലറൊക്കെ മുൻപേ WWE വിട്ട് പോകണം. കാരണം 2016 ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്. പിന്നീട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്, IC ചാമ്പ്യൻഷിപ്പ് ലെവലിലൊക്കെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫിൻ ബാലർ പറഞ്ഞിട്ടുള്ളത് തന്റെ ഡീമാൻ ക്യാരക്ടർ കൊണ്ടുവന്ന് വൈറ്റ് 6 ടീമിന്റെ കൂടെ ഒരു സ്റ്റോറി ചെയ്യണം എന്നാണ്. അതായത് WWE അങ്ങനെ ചെയ്യണം എന്നല്ല, ഫിൻ ബാലറിന്റെ ആഗ്രഹം ആ ഒരു ടൈപ്പിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഡീമാൻ ഫിൻ ബാലർ ഫോഴ്സസ് അങ്കിൾ ഹൗഡി സ്റ്റോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഓൾറെഡി ബ്രേവ് ആയിട്ടും ഫിൻ ബാലറും മാച്ച് എല്ലാം ചെയ്ത് നല്ല ഇൻട്രസ്റ്റ് ആയി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ മാച്ച്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഫിൻ ബാലറിന്റെ ഒരു അഭിപ്രായമാണ്. ഇത് WWE ഉറപ്പായിട്ടും ചെയ്യും എന്നല്ല പറയുന്നത്. ഇതിനൊരു സാധ്യത കാണുന്നുണ്ട്. മെയിൻ കാരണം 5 വർഷത്തേക്ക് വീണ്ടും കോൺട്രാക്ട് സൈൻ ചെയ്തതുകൊണ്ടാണ്. ഒന്നും കാണാതെ ഫിൻ ബാലർ 5 വർഷത്തേക്ക് വീണ്ടും കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ചാൻസ് കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നോക്കാം. ഇനി അവസാനമായിട്ട് റാൻഡി ഓർട്ടൻ കെവിൻ ഓവൻസിനെ ചതിച്ചുകൊണ്ട് കെവിൻ ഓവൻസിനെ RKO ചെയ്ത് കെവിൻ ഓവൻസിന്റെ ഒപ്പം സമ്മർ സ്ലാമിൽ മാച്ച് ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറയാം. അതായത് ഇതിന് സാധ്യതയുണ്ടോ, റാൻഡി ഓർട്ടൻ ഇപ്പോൾ ഹീൽ ടൈം ചെയ്യുമോ എന്നൊക്കെ. ഇതിനു മുൻപ് റാൻഡി ഓർട്ടനെ പറ്റി വന്നത് കോഡി റോഡ്സിനെതിരെ ഹീൽ ടേൺ ചെയ്തുകൊണ്ട് സമ്മർ സ്ലാമിൽ കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൻ ഇവരുടെ മാച്ച് നടക്കും എന്നാണ്. അപ്പോൾ
സമ്മർ സ്ലാമിൽ സോളോ സിക്കാവ കൂടി ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് കൺഫേം ചെയ്തപ്പോൾ അത് നേരെ തിരിച്ച് കെവിൻ ഓവൻസിനാക്കി വെച്ചേക്കാണ്. അതായത് റാൻഡി ഹീൽ ടേൺ ചെയ്ത് കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്ത് ഇവർക്ക് മാച്ച് വരും, മാച്ച് വേറെ ലെവലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവർക്ക് മാച്ച് വന്നാൽ അത് വേറെ ലെവലായിരിക്കും, സ്റ്റണ്ണർ ഫോഴ്സസ് ആർക്കെയോ ഇങ്ങനെയെല്ലാം പ്രൊമോട്ട് ചെയ്യാനും സാധിക്കും. എന്നാൽ ഈ മാച്ച് ഇപ്പം സമ്മർ സ്ലാമിൽ കൊണ്ടുവച്ച സ്റ്റോറി ഒന്നും അത്രയ്ക്ക് സെറ്റായിട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഓഗസ്റ്റ് 3-ാം തീയതി വരെയാണ് ഇനി സമയമുള്ളത്. അതുകൊണ്ട് ഇപ്പം മാച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സെറ്റാവില്ല. അതിന് പകരം ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പൊക്കെ കൊടുത്ത് റസൽ മെനിയ ടൈമിലൊക്കെ, അതായത് RK Bro ടീമിന് ചെയ്യാനിരുന്ന അതേ പ്ലാൻ കെവിൻ ഓവൻസിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവരുടെ മാച്ച് റസൽ മെനിയ വരെ പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റാൻഡി ഓർട്ടൺ ഇപ്പോൾ ഹീൽ ടൈം ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ ഇവരുടെ മാച്ച് സ്റ്റോറിയൊക്കെ നല്ല ഹൈപ്പായിരിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്നാൽ ഇപ്പോൾ വരുന്ന റൂമറിൽ ഇതെല്ലാം സമ്മർ സ്ലാമിൽ നടക്കുമെന്നാണ് പറയുന്നത്. സമ്മർ സ്ലാമിൽ വരുന്നതാണോ അതോ ഞാൻ പറഞ്ഞതുപോലെ ലോങ് ആയിട്ട് കൊണ്ടുപോയി ഇവർക്ക് മാച്ച് വയ്ക്കുന്നതാണോ നല്ലത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.